ഹലോ ഗായ്സ്, അങ്ങനെ സൺഡേ ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ ബസ്നഗർ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ച് അവിടെ ഉള്ളൊരു ഫ്രീ ബസ് കയറി. ചെന്നൈയിൽ ആക്ച്വലി ബ്ലൂ കളറിലെ ബസ്സും പിങ്ക് കളറിലെ ബസ്സും ഗേൾസിന് ഫ്രീ ആയിരിക്കും. ഗേൾസിനും വുമൻസിനൊക്കെ ഫ്രീ ആണ്. സോ അതിൽ ടിക്കറ്റ് എടുക്കണ്ട. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറി ബസ്നഗർ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എത്തി. നല്ല വ്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല കാമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കാറ്റൊക്കെ കൊണ്ട് ബീച്ചിലോട്ട് നടക്കുമായിരുന്നു. അവിടെ കടകളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞങ്ങൾ പാനിപൂരി കഴിച്ചു. ആക്ച്വലി 8 പാനിപൂരി ഞങ്ങൾക്ക് 20 രൂപയ്ക്കാണ് കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പാനിപൂരി ഫസ്റ്റ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത്യാവശ്യം ക്ലീനുമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വാഴയ്ക്ക ബജ്ജി വാങ്ങിച്ചു. ആക്ച്വലി ഈ ബജ്ജി നമുക്ക് നാട്ടിലൊന്നും കിട്ടത്തില്ല, ചെന്നൈയിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിന് ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഏത്തയ്ക്കാപ്പം പോലെയല്ല, ഇതിനൊരു എരിവുള്ള ടേസ്റ്റാണ്. അങ്ങനെ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓരോ ചോക്കോബാർ കഴിച്ച് കഴിഞ്ഞിട്ട് അടുത്തത് എന്ത് കഴിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഡിസ്കസ് ചെയ്യുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെയുള്ള കുറച്ച് കടയൊക്കെ കണ്ട് ചർച്ചിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ബസ്നഗർ ബീച്ചിൻ്റെ അടുത്ത് തന്നെ ചർച്ച് ഉണ്ടായിരുന്നു. ചർച്ചിൽ ഈവനിങ് പ്രെയർ ഉണ്ടായിരുന്നു. ആ പ്രെയറിന് ഞങ്ങൾ കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് അടുത്തുള്ള കടകളൊക്കെ നോക്കി. അങ്ങനെ അതുവഴി ഫിഷ് മാർക്കറ്റിലോട്ട് പോയി. ഫിഷ് മാർക്കറ്റിൽ ആക്ച്വലി നല്ല ഫിഷൊക്കെ കിട്ടും. സോ ഫിഷൊക്കെ നോക്കിയിട്ട് ചുമ്മാ ഞങ്ങൾ അതുവഴി നടക്കുമായിരുന്നു. ആക്ച്വലി ഫിഷൊക്കെ ഇവിടെ നല്ല പ്രൈസിന് കിട്ടും. അങ്ങനെ ഞങ്ങൾ വീഡിയോ